സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. ഒന്ന് കണ്ടു നോക്കാം. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ബാക്കിയെല്ലാ ദിവസവും ഹോളിഡേ. ഒന്നും കൂടി ചെയ്യാല്ലേ? ഹലോ, ആ ബ്രോ, ഞാൻ പുതിയ വർക്കിലാണ്. ഇത് പൊളി സാധനമാണ്. വൈകുന്നേരം റിലീസ് ചെയ്യും. അത് ഞാൻ കണ്ട്. അതെ, അവന് നമ്മുടെ ഫോളോവേഴ്സിനെ കണ്ടിട്ടുള്ള കുരുവാണ്. ഞാൻ ആവശ്യത്തിന് കൊടുത്തരുന്നുണ്ട്. നീ ഒന്ന് പൊളിച്ചേരവനാ, ഒന്ന് വൈറലാകട്ടെ. നമ്മുടെ വീഡിയോന്റെ അടിയിൽ മാത്രമേ ഇവൻ വന്ന് തോണ്ടുള്ളൂ. കൊടുത്തേര്. അതെ, നീ പുതിയത് ഏതാ ചെയ്യണ? അത് നല്ലതാണ്. ഞാൻ വിളിക്കാം. അച്ഛൻ വന്ന് സീൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. വിളിക്കാം കേട്ടാ. വന്നെ എന്താണ് അതിനകത്ത്? നിന്നോട് ആ റേഷൻ കടയിൽ പോയിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നേരെ എത്ര? എന്ത്? എടാ, റേഷൻ കടയിൽ പോയിട്ട് അരിയും മണ്ണെണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന്. എന്നോടാ? പിന്നെ ഞാൻ ആരോട് പറയണം? അച്ഛ, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു TTA ആണ് ഞാൻ. എന്നോട് പോയി റേഷൻ കടയിൽ പോയി അരി മേടിക്കാൻ പറയണ അച്ഛൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ? ടിക്ടോക്ക് ആർട്ടിസ്റ്റ് പാരിക്കുട്ടൻ. ഇന്ന് കേരളം മുഴുവൻ തിരിച്ചറിയണ ഒരു പേരാണ് അത്. ആര്, നീയോ? ഇല്ല, അച്ഛൻ. എടാ, ഞാൻ പിന്നെ എന്താ വേണ്ടത് നിനക്ക് വേണ്ടിയിട്ട്? ഞാൻ റേഷൻ കടയിൽ പോയിട്ട് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വെച്ച് വിളമ്പി തരണോ നിനക്ക്? അത് ഇവിടെ ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ കുഴപ്പമൊന്നും അച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ? അച്ഛനൊന്നും ഇങ്ങോട്ട് മൂളിത്ത. ഐശ്വര്യ റായിനെ വെല്ലണ പെൺകുട്ടികളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരും. ഇനിയിപ്പോ ഒരു വേലക്കാരത്തെയും കൂടെ കൊണ്ടുവന്നിട്ട് അവൾക്കും കൂടെ ഞാൻ ശമ്പളം കൊടുക്കണം. വേലക്കാരത്തിയാ? അച്ഛന്റെ മരുമോളായിട്ട് കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരുമോളോ? മരുമോളെ കൊണ്ടുവരാൻ പറ്റിയൊരു കോലം. എന്താ ഈ കോലത്തിന് ഒരു കുഴപ്പം? എടാ, ആദ്യം പോയിട്ട് ഒരു 10 ഉറുപ്പ്യ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് കല്യാണത്തെ പറ്റി ആലോചിക്ക്. അല്ലാതെ നീ വരുത്തി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾക്കും കൂടെ ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരില്ലേ? അച്ഛൻ ഇപ്പോഴും എന്റെ വില മനസ്സിലാക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണ. ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ ഈ റേഷൻ കാർഡായിട്ട് റേഷൻ കടയിൽ ചെന്ന് അവിടെ ആള് കൂടും, ലാത്തി ചാർജ് നടക്കും. സാമൂഹ്യ അകലം പാലിക്കേണ്ട സമയമാണിത്. എന്തോരം സിനിമാക്കാരെന്നെ വിളിക്കണ്ടെന്ന് അറിയാമോ? വിളിക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, പ്രയോജനമൊന്നുമില്ലല്ലോ. അത് 3 പടം എന്റെ കയ്യിൽ വന്നപ്പോഴാണ് ഈ ലോക്ക്ഡൌൺ വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് എവിടെ നിൽക്കണ്ടേന്നറിയോ? നീ എവിടെ നിൽക്കണം? നീ ആരാവും സിനിമയില്? മമ്മൂട്ടിയോ? എന്റെ ബോൺ ടാലന്റ് വെച്ച് നോക്കാൻ നേരത്ത് ഞാൻ എവിടെ കിടക്കണ്, മമ്മൂട്ടി എവിടെ കിടക്കണ്? അച്ഛൻ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ നിന്ന് കഥ പറയാതെ പോയി അരി മേടിക്കാൻ നോക്ക്. എനിക്ക് ഒരു വർക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എന്താണ്? എവിടെ ഇന്നലെ തന്ന പൈസ ബാക്കി ബാലൻസ് ഉണ്ടോ? അത് ഞാൻ നെറ്റ് ചാർജ് ചെയ്ത്. ആ പൈസക്ക് മുഴുവൻ നെറ്റ് ചാർജ് ചെയ്തോ? എനിക്കും എന്റെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കണ്ടേ? അച്ഛനെന്താ എന്റെ ടെൻഷൻ മനസ്സിലാക്കാത്തത്? കേട്ടോ, സാധനത്തിന് എന്താ ഞാൻ ചെയ്യേണ്ടത്? വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. ഞാനും അത് തന്നെ ഓർമ്മ. ഈ കലാബോധം ഇല്ലാത്തതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടായിന്നാണ്. പാലടച്ചേക്കാം. വേഷം മാറിയിട്ട് വരുന്നു. അല്ല, ഇതല്ല. എന്താ കാര്യം? എന്താ? ഞാൻ അവന്റെ അച്ഛനാ. അവനെങ്ങോട്ട് പന്നീനെ ഇറക്കി വിടും. ഇങ്ങോട്ട് മര്യാദയ്ക്ക് സംസാരിക്കടോ. മര്യാദയുടെ അങ്ങേറ്റത്തെ ഇതിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. ഈ ചെക്കനെ നിങ്ങൾക്ക് ഈ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വളർത്തിക്കൊള്ളണം, അല്ലെങ്കിൽ കൈയും കാലും അല്ലാണ്ട് ഇവിടെ ഇഴയും പന്നി. ശരി, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് ടിക്ടോക്ക് അറിയോ? ടിക്ടോക്ക് കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എങ്കിലും പറയാം, ഞാൻ റൂസ്റ്റർ മന്മഥൻ, ഇത് ഉണ്ണിമോൻ. ഹോട്ടലിലാ പണി? അല്ല, ഇന്ത്യൻ കോഫി ഹൗസിൽ. ഞാൻ കൂടുതലും വർത്തനം പറയുന്ന പന്നീനെ കൂടെ ഇറക്കി വിടും. സോറി.
എന്താടാ ഇത് നമ്മുടെ ഫ്രണ്ടാണ്. അങ്ങട് പോക്ക്, അങ്ങട് പോക്ക്, ഞങ്ങൾ എടാ എന്താടാ നിനക്ക് ഇവിടെ കാര്യം? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? എടാ നീ എന്റെ വീഡിയോയിലിട്ട് ചൊറിയാൻ നിൽക്കണ എന്തിനാടാ? നീ അമ്മാതിരത്തെ തെമ്മാടിത്തരം നീ എല്ലാം കൈ കാണിക്കാൻ കൊണ്ട് എന്താണ് സംസാരിക്കല്ലടാ. ഉദ്ദേശിക്കുന്നത്? നീ മാറിക്കോ, നീ ഇടപെടരുത്, നീ ഇടപെടരുത്. നീ അവനെയും ചൊറിഞ്ഞിട്ടുണ്ട്, നീ അവനെയും ചൊറിഞ്ഞിട്ടുണ്ട്, എടാ കളിക്കല്ലേ? എടാ നിനക്കൊക്കെ ഫോളോവേഴ്സ് ഉണ്ടാടാ. എടാ ടിക്ടോക്കിന് ഞാൻ കിങ്ങാടാ. എടാ, ഞാൻ ടിക്ടോക്ക് ചെയ്തപ്പോ നീ ജനിച്ചിട്ടില്ല എടാ നിന്റെ എന്ത് ടിക്ടോക്ക് നിന്റെ മോന്ത കണ്ട ആരാടാ അത് കാണാ? നീ ഒന്ന് പോടാ. നീ പോടാ. എന്തൊരു പട്ടാളക്കാരനല്ലേ തല്ലി കൊല്ലണേ. അച്ഛാ, കൊല്ലുന്നു. എന്താണ് ഗവൺമെന്റ് ടിക്ടോക്ക് നിരോധിച്ചു. ടിക്ടോക്കാ? എന്താ അച്ഛാ ടിക്ടോക്ക് നിരോധിച്ചത് സർക്കാർ അല്ല അച്ഛാ. ഓ സമാധാനായി സമാധാനായി. നാട്ടിലൊരു നെലിയും ബലിയും ഉണ്ടായത് അതെല്ലാം പോയില്ലേ? ടിക്ടോക്ക് ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു ഗവൺമെന്റ്. സമരം നടത്തിയാൽ വല്ലതും നടക്കുവാ? എന്താടാ എഴുന്നേറ്റ് പോടാ വിടുന്നു എഴുതാ. ആ എന്താ പിന്നെന്താണ് ടിക്ടോക്ക് നിരോധിച്ചു. അതിന് നിങ്ങൾ കരയണ എണീറ്റേ എണീക്കടാ പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ എത്ര പറഞ്ഞു നോക്കിയെന്നറിയോ? ഒരു കാര്യം ഒരെണ്ണം നല്ലോണം കൊടുക്കണം. നിന്റെ കരച്ചിലോടൊപ്പം ഞാൻ അവിടുത്തെ അച്ഛനെ നിനക്ക് ഏതാണ്ട് പറ്റിയെന്ന് വിചാരിച്ചു. ഞാൻ ഓടി വന്നു. 100 പേരെ കൂടി കണ്ടേച്ചെങ്കിൽ എനിക്ക് പൈസ വരാൻ തുടങ്ങണ്ടേ? ഈ ബുദ്ധിയില്ലാത്ത സാധനത്തിനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയില്ല. അച്ഛനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ടിക്ടോക്ക് പോയില്ല അളിയാ. ടിക്ടോക്ക് അത് പോട്ടളിയാ. ഇപ്പൊ ടിക്ടോക്ക് നിരോധിച്ചാൽ വേറെ 50 ആപ്പ് വരും. അതിന് വേണ്ടത് നമുക്ക് കയറ്റാം. ഞാനെങ്ങനെ സഹിക്കാനാണ്? ഞാൻ ചെയ്ത വീഡിയോസ്, എന്റെ ഫാൻസ്, എന്റെ പെർഫോമൻസ്, ഞാൻ ഉണ്ടാക്കിയ മൈലേജ് എല്ലാം പോയില്ല അളിയാ. ഇതിനൊക്കെ അങ്ങോട്ട് തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ജയിലിൽ പോണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്തിട്ടുണ്ടാവും. അച്ഛനതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. ഒന്നാമത് ഇവര് ചെയ്തത് തെറ്റിദ്ധരല്ലേ? ഇരു രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഈ ആപ്പ് നിരോധിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാവും. അത് നീ വിവരമില്ലാത്തോണ്ട് പറയുന്നതാണ്. എടാ ഇതൊരു യുദ്ധമാണ്, വ്യാപാര യുദ്ധം. അച്ഛാ അങ്ങനെയാണെങ്കിൽ എല്ലാം നിരോധിക്കണ്ടേ? അത് നിരോധിക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ നിരോധിക്കാൻ പറ്റുക? 2 രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ട്, വ്യാപാര കരാറ്. അത് മനസ്സിലാക്കണ്ടേ? ആ ആപ്പ് പോയ പോട്ടാളിയാ. പുതിയ ആപ്പ് വല്ലതും ഡൗൺലോഡ് ചെയ്യേ, എന്നിട്ട് ഫേമസ് ആവാം നമുക്ക്. നന്നായി. എടാ അവനോ തലയ്ക്ക് സുഖമില്ല, അവൻ ഓരോന്ന് കാണിക്കുന്നു വിചാരിച്ചിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ. കാലം മാറിയില്ല അച്ഛ, അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരുത്തം വളർന്നു വരുന്നുണ്ടല്ലോ.
24 മണിക്കൂർ ആ ചെക്കൻ്റെ കയ്യിലും ഫോണാണ്. അതിൻ്റെ ഉപയോഗം കുറച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. അച്ഛ അവനങ്ങനെ വെറുതെ ഫോണും പിടിച്ചോണ്ടിരിക്കൊന്നല്ല, പിന്നെ ബുദ്ധിപരമായ കളികളാണ്. അതിലൊരു കാർ റേസിംഗ് ഉണ്ടേ. ഒറ്റ ദിവസം കൊണ്ട് അവൻ എത്ര സ്റ്റേജാ പിന്നിടണേന്ന് അറിയാമോ? അച്ഛന് ഒരു വർഷം ഇരുന്നാ പറ്റില്ലല്ലോ. ഈ സ്റ്റേജൊക്കെ ഇങ്ങനെ പിന്നിടുമ്പോൾ അതിന് പൈസ എന്തെങ്കിലും കിട്ടുമോ? പൈസ കിട്ടില്ല. അല്ല, പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങൾ 6 മാസം മുമ്പ് എൻ്റെ കയ്യിൽ 1 ലക്ഷം ഉറുപ്പ്യ വാങ്ങിച്ചോണ്ട് പോയില്ലേ? അല്ല, അടുത്ത ആഴ്ചയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ എന്താ ഇതുവരെ തരാതെ? ഞാനത് അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിമറി ചെയ്തിട്ട് തന്നതാണ്. അല്ല അച്ഛാ, അത് കാശ് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. ആ, അപ്പോഴേക്കല്ലേ അച്ഛാ കൊറോണ വന്നത്. അതാണ് അപ്പൊ ടൈറ്റായി. അല്ല, അതിപ്പോ അയാൾ ചോദിച്ചോണ്ടിരിക്കണ കൊടുക്കണതേ. പിന്നെ ഇപ്പൊ ഇന്ന് തരായിരുന്നു, പക്ഷെ ബാങ്ക് ഒഴിവല്ലേ. വേണ്ട, ഈ മൊബൈലിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഉള്ള സംവിധാനം നിനക്കറിയാലോ. അച്ഛന് എന്താണ് അച്ഛാ? അച്ഛന്റെ മോളല്ലേ ഞാൻ, ഇങ്ങനെ കണക്ക് പറയണ എന്തിനാ? അല്ല, മോൾക്കുള്ളതൊക്കെ ഞാൻ തന്നു. ഇതിപ്പോ കടായിട്ട് വാങ്ങിച്ചല്ലേ, അത് തിരിച്ചു തരണ്ടേ? പിന്നെ ഇപ്പൊ അത്യാവശ്യമായിട്ടിരിക്കണോ? കഞ്ഞി കുടിക്കാൻ പറ്റുള്ള അച്ഛനാ? അല്ല, അത് കൊടുക്കണം. അതാണ് ആർക്ക് കൊടുക്കണം? എന്തിനാ അച്ഛാ കള്ളം പറയണേ? നീ അങ്ങോട്ട് കൊടുത്ത. ആ, എന്നാ ഇപ്പൊ തന്നെ കേട്ടോ. പൈസ ഇടുമ്പോൾ 2 ആക്കിയിട്ട് 50 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടോ. 50 രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടോന്ന്. അച്ഛാ 50 രൂപ അവന് കൊടുക്കാൻ. ആ, ഉണ്ടെങ്കിൽ കൊടുത്തോ. പക്ഷെ ഇതിലേക്ക് 1 രൂപ തന്നെ ഇടണം. നീ ആദ്യം ഇതിലേക്ക് 1 ലക്ഷം ഇട്ടോ. ആദ്യം 50 ഇട്ടിട്ട് 1 ഇട്ടാൽ മതി. ചേട്ടാ സെന്റ് ആവണില്ലല്ലോ. അത് കൊടുക്കാനുള്ളതല്ലേ, അപ്പൊ സെന്റ് ആവില്ല. അതല്ല അച്ഛാ, കാശൊന്നുമില്ല കയ്യിൽ. 1.5 ലക്ഷം ഉറുപ്പേ ഉള്ളൂ. ഇനിയിപ്പൊ അച്ഛന്റെ ആവശ്യമില്ലെന്ന് കരുതിയിട്ട് അതിന് അങ്ങോട്ട് തരാന്ന് മാത്രം. 1 2 അളിയാ. അപ്പൊ 50 ഇടാം. പിന്നെ ഞാൻ അച്ഛാ ഇത് സെന്റ് ആവണില്ല അച്ഛാ, അടുത്ത ദിവസം തന്നാ പോരെ? ഏയ്, അത് പോരെ. അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ ബാങ്കിൽ വന്ന് തുറന്നാൽ ഞാൻ ഇട്ട് ശരിയാക്കി തരാം. ഒന്നുകൂടെ നോക്ക്. ചേട്ടാ ഇതില് ബാലൻസ് ഇല്ല എന്നാണ് കാണിക്കണേ. എന്ത്? ഇതില് ബാലൻസ് അത്ര ഇല്ലെന്ന്. എത്ര ഉണ്ട്? ആ നോക്കട്ടെ. അക്കൗണ്ടിൽ പൈസ അല്ലേ? 250 രൂപയുള്ളു. എന്ത്? 250. എടി 4 ലക്ഷം ഉറുപ്പ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ബാക്കി പൈസ എവിടെ? 4 ലക്ഷം ഉറുപ്പ്യ. ഡേയ് സത്യം പറയടി, നീ പൈസ ആർക്കാ കൊടുത്ത്? ഞാൻ എടുത്തിട്ടില്ല. നീ എടുക്കാണ്ട് പിന്നെ അത് പറഞ്ഞു പോ. അച്ഛൻ ഞാൻ എടുത്തിട്ടില്ല. 4 ലക്ഷം ഉറുപ്പ നീ ആർക്ക് കൊടുത്തു? അല്ല അച്ഛ, പൈസ എടാ, ബാങ്കിൽ പോയി ചോദിച്ചാ അറിയില്ലേ? അതിനൊന്നും ബാങ്കില്ലല്ലോ അച്ഛാ. ഇല്ലെങ്കിൽ നാളെ പൊക്കൂടെ? ടിക്ടോക്ക് പോയതോടുകൂടി രാജ്യം നശിച്ചു. എടോ, തന്നോടല്ലേ പറഞ്ഞ എനിക്ക് മാനേജറെ കാണണമെന്ന്. ഇയാളെന്താ പറഞ്ഞ മനസ്സിലാക്കാത്തത്? ഡിസിപ്ലിൻ പറയാൻ പറ്റില്ല. ഹലോ ശശി, ആരാ അവിടുന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കണത്? അവർ എന്റെ ക്യാബിലേക്ക് വിട്. ഇങ്ങോട്ട് വിട്. ഞാൻ പറഞ്ഞിട്ടോ വിടുന്ന്. എന്താ അവിടെ ഭയങ്കര ബഹളം? എന്താ പ്രശ്നം? എന്താ ഇരിക്കി? എന്താ പ്രശ്നം? സമാധാനം വഴി പറഞ്ഞു. ഞങ്ങളുടെ 4 ലക്ഷം ഉറുപ്പ കാണാല്ലേ, അതന്നെ പ്രശ്നം. 4 ലക്ഷം റുപ്യ അവിടെ പോയി? സാറേ അത് അറിഞ്ഞൂടെ, അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പൊ ഇല്ല. ഏത്, ഇവിടുത്തെ അക്കൗണ്ടിലോ? ആ ഇതിപ്പോ കാണുന്നില്ല എന്നാ പറയണേ? ഇല്ല. എന്താ നിങ്ങളെ പേര്? മണ്ടോതിരി. അക്കൗണ്ട് നമ്പർ ഒന്ന് പറയും. 133 ആ 60 ആ 28 7. മണ്ടോതിരി സുഗതൻ ഉണ്ണി ജോയിന്റ് അക്കൗണ്ടാ? ഇതിനാപ്പങ്ങൾ ഇത്ര വർത്താണ്ടാക്കിയ 250 റുപ്യ കാണാനോ? 250 റുപ്യ അതിന്റെ അകത്ത് ബാലൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളം കൂട്ടുന്നത്. 4 ലക്ഷം ഉറുപ്പ ഉണ്ടായിരുന്നു, അപ്പൊ എങ്ങനെ 250 ഉറുപ്പ ആയിരുന്നു? എവിടെ പോയത്? അതറിയാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഈ ഓൺലൈൻ ഇടപാടുകളൊക്കെ നടത്താൻ തുടങ്ങി എത്ര കാലമായി? 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 1 വർഷമായി. ആണോ? എന്താ അറിയോ, ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയുടെ ഉള്ളിൽ 4 ട്രാൻസാക്ഷൻ നടന്നിക്കണം. 4 തവണ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കണം. 4 പ്രാവശ്യം? ആ, അത് സുമേഷ് രാഘോ പാട്യ, ഗുജറാത്തിലുള്ള ഒരാൾക്കാണ് പോയത്. അതാരാ? അതാരാന്ന് ഞമ്മളോട് ചോദിക്കണത്? നിങ്ങൾ അയച്ചതല്ലേ? ആരടിയത്? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ആർക്കും അയച്ചിട്ടില്ല. നിങ്ങൾ അയക്കാണ്ട് പിന്നെ എങ്ങനെ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുക? അതല്ലേ സാറ് പറഞ്ഞ അവൾ അയച്ചിട്ടില്ല, പിന്നെ കാശ് പോവുകയും ചെയ്തു. അതറിയാൻ കിടല്ലാണ്ട് പിന്നെ എങ്ങോട്ടാ വരിക? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അക്കൗണ്ട് ഇവിടെ വന്നിട്ടല്ല നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയ, ഓൺലൈനാണ്.
അതിൽ നമുക്കൊന്നും പറയാൻ പറ്റൂല. സാർ ഇത് ബാങ്കിന്റെ കള്ളത്തരമാണ്. ഞങ്ങളുടെ ബാങ്ക് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. പിന്നെ കള്ളത്തരം എന്നല്ലാണ്ട് എന്താ പറയാ? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ കാശ് പോയി കഴിഞ്ഞാൽ അതിനെന്താ പറയാ? നിങ്ങളിങ്ങനെ ചൂടായിട്ട് കാര്യമില്ല. ഈ ക്രോധം ഒന്നിനൊരു പരിഹാരമല്ല. നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിൽ ചില പ്രത്യേക തരം ഈ കഥാപ്രസംഗം പറയാതെ ഇതിന്റെ കാരണം എന്താ വെച്ചാൽ അത് പറയാൻ നോക്കുന്നത്. കാശ് പോയിട്ടായിരിക്കും ഇവിടെ. അതെ സുഹൃത്താ, ഇതിപ്പോ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ചെയ്തതല്ലല്ലോ. അതാണ് അത് അയാൾ പറഞ്ഞ മനസ്സിലാക്കി നിങ്ങള്. പിന്നെ അടങ്ങിയിരിക്കുന്നേ സാറേ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റുമോ? നോക്ക സമാധാനപരമായിട്ട് സംസാരിക്കുങ്ങള്. ഇത് ബാങ്കല്ലേ, ചന്തല്ലല്ലോ. കാശ് പോയവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ. അങ്ങനെ ഉണ്ടെന്നല്ലേ? ആ, ഓരോ അക്കൗണ്ട് ഇപ്പൊ നിലവിലില്ല. കണ്ട മണ്ടൊന്നി സത്യം പറ, എന്താ കാശ് കാണിച്ചേ? അച്ഛൻ ഞാൻ അയച്ചിട്ടില്ല അച്ഛൻ ആർക്കും. നിങ്ങൾ ഈ ബാങ്ക് വഴിയാണ്ട് ട്രാൻസാക്ഷൻ നടത്തിയെങ്കിൽ അതിന്റെ രേഖ ഇവിടെ ഉണ്ടാവും. ഇത് ഈ ഓൺലൈൻ നടത്തുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാ. അതിന് ഞമ്മക്കൊന്നും പറയും. ഇവിടെ നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയ ഇവിടെ കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ പൈസയുടെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളൊരു കാര്യം ചെയ്യാം സാറേ, ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം. കംപ്ലൈന്റ് കൊടുക്കി. അതല്ലേ ഇപ്പൊ എങ്ങനെയാണ് പൈസ എങ്ങനെയാണ് പോയത് നമുക്ക് കണ്ടുപിടിക്കണല്ലോ. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണല്ലോ. അതറിയണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേഷൻ വരെ പോവാം അല്ലേ? നിങ്ങൾക്ക് ബാങ്കുകാർക്ക് ഇത് പറ്റിയില്ലെങ്കിൽ ഇത് തെളിയിക്കാൻ പറ്റുമെന്ന് നോക്കണല്ലോ. അല്ല ആയിക്കോട്ടെ, ശരി ശരി സാർ. നിങ്ങളെ ഈ ക്രോധം ഉണ്ടല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ പെണ്ണുങ്ങളൊക്കെ അയാളെ സഹിക്കണേ? വെളിച്ചപ്പാടൊക്കെ വർത്താനം പറയുമ്പോലെ വർത്താനം പറയും. പൈസ പോയി എൻ്റെ മെക്കെട്ട് വന്ന് കയറില്ല. എന്തെങ്കിലും രഹസ്യ ബന്ധമൊക്കെ ഉണ്ടാവുക പെണ്ണുങ്ങൾക്ക് ഒന്നും പറയട്ടാ.